ഹലോ മൈ ബ്യൂട്ടിഫുൾ സോൾസ്, നമസ്കാരം. 2025 വിട്ടുപോയ വേദനകൾക്ക് നന്ദി. വരാനിരിക്കുന്ന 2026 നിങ്ങളുടെ ജീവിതത്തിൽ നിറയെ സന്തോഷവും സമ്പൽ സമൃദ്ധിയും കൊണ്ടുതരുമാറാകട്ടെ എന്ന് ഹൃദയം നിറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് എങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എങ്കിൽ മാത്രമേ നിങ്ങളുടെ എനർജി വൈബ്രേഷൻ ഈ ഒരു റീഡിങ്ങിലേക്ക് ലഭിക്കുകയുള്ളൂ. 2026 മുതൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ലഭിക്കാൻ പോകുന്ന ഡിവൈൻ ഗൈഡൻസിന് തീർച്ചയായും ഈ ഒരു ചാനൽ ഒരു മുതൽക്കൂട്ടായിരിക്കും. മനസ്സൊന്ന് ശാന്തമാക്കി ഒരു ഡീപ്പ് ബ്രീത്ത് എടുക്കുക. നിങ്ങളുടെ എനർജി ഓപ്പണാക്കി വയ്ക്കുക. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മുഖം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. നിങ്ങളുടെ മനസ്സിൽ എന്നും ഓർക്കാൻ ഇഷ്ടപ്പെടുന്ന അവരോടൊപ്പം ചെലവഴിച്ച ആ നല്ല നിമിഷങ്ങളെപ്പറ്റി ഓർക്കുക. തികച്ചും പോസിറ്റീവായിട്ടിരിക്കുക. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ചില ആളുകൾക്ക് ഇതൊരു പുതിയ തുടക്കമായിരിക്കും, ഒരു പുതിയ ലവ്. ചിലർക്ക് ഇത് സ്വയം കണ്ടെത്തുന്ന വർഷം എന്ന് തന്നെ പറയാം. തങ്ങളുടെ വാല്യൂ തിരിച്ചറിയുക. മറ്റു ചിലർക്ക് എനിക്ക് ശരിക്കും എന്താണ് വേണ്ടത് എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടുന്ന ഒരു വർഷമായിരിക്കും 2026. 2026 നിങ്ങൾക്ക് വന്നിരിക്കുന്ന കാർഡുകൾ എന്ന് പറയുന്നത് ക്യൂൻ ഓഫ് സോർഡ്സ്, ദ ഫൂൾ, ഏസ് ഓഫ് വാണ്ട്സ് ആൻഡ് ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്ന കാർഡുകളാണ്. ക്യൂൻ ഓഫ് സോർഡ്സ് കാർഡ് സൂചിപ്പിക്കുന്നത് ഒരു മനോഹരമായ ഒരു പവർ എനർജിയാണ്. 2026 നിങ്ങൾ കടക്കുമ്പോൾ നിങ്ങൾക്ക് നേരത്തെ ഉണ്ടായിരുന്ന ചില വേദനകൾ, ചില കൺഫ്യൂഷനുകൾ, അവയെല്ലാം തന്നെ കൺട്രോൾ ചെയ്തുകൊണ്ട് അവയിൽ നിന്നുമുള്ള ആ ഒരു പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു പുതിയ വ്യക്തിയായി 2026 പ്രവേശിക്കുന്നു. റിലേഷൻഷിപ്പിൽ നിങ്ങൾക്കൊരു ഇമോഷണൽ ഡ്രാമയൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇനി അങ്ങോട്ട് നിങ്ങളത് സഹിച്ചു കൊടുക്കില്ല. നിങ്ങളെ കള്ളം പറഞ്ഞ് അങ്ങനെ പറ്റിക്കാമെന്നൊന്നും ഇനി വരുന്ന ആളുകൾ വിചാരിക്കേണ്ട. എനിക്ക് വേണ്ടത് ഇതാണ് എന്ന് തുറന്നു പറയുന്ന ഒരാളായിട്ടാണ് നിങ്ങൾ 2026 പോകുന്നത്. ശരിക്കും നിങ്ങൾ ഒരു മെച്യൂർ ഹേർട്ടിന് ഉടമയാകുന്നു. നെക്സ്റ്റ് കാർഡ് ദ ഫൂൾ കാർഡാണ്. ഒരു ശക്തമായ മെസ്സേജാണ് ഈ ഒരു കാർഡിൽ കൂടി കാണുന്നത്. പാസ്റ്റ് റിലേഷൻഷിപ്പിൽ നിങ്ങൾക്കൊരു വഞ്ചന ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഒരു ബിട്രയൽ ഫീലിംഗ് അല്ലെങ്കിൽ ചില കൺഫ്യൂഷൻ, ഈ ബന്ധം ശരിയാണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നുവെങ്കിൽ, ഒരു ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷനിൽ നിൽക്കുന്ന ആളായിരുന്നു എങ്കിൽ അവർ വരും, അവർ പോകും. അങ്ങനെ നിൽക്കുന്ന ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന ആളുകളാണെങ്കിൽ എന്താണെങ്കിൽ തന്നെയും 2026 നിങ്ങൾ വീണ്ടും അവർക്ക് ഒരവസരം കൊടുക്കാൻ തയ്യാറാകുന്നു. നിങ്ങൾക്ക് ഉള്ളിലൊരു ഭയമൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും നിങ്ങളുടെ പ്രതീക്ഷ എന്ന് പറയുന്നത് അതൊരു നല്ല പ്രതീക്ഷയാണ്. ശരിക്കും ശുഭാപ്തി വിശ്വാസം എന്ന് പറയും. അതിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്നു. ഏസ് ഓഫ് വാണ്ട്സ് കാർഡ് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ഒരു പാഷൻ തിരിച്ചു വരുന്നു. ഒരു സഡൻ അട്രാക്ഷൻ ഉണ്ടാകുന്നു നിങ്ങളുടെ ബന്ധത്തിൽ. വളരെ അവിചാരിതമായിട്ടുണ്ടാകുന്ന ഒരു കണക്ഷൻ, അത് നിങ്ങൾക്കൊരു സ്പാർക്ക് ഉണ്ടാകുന്നു. അത് നിങ്ങളെ ഇമോഷണലായിട്ട് വേക്കപ്പ് ആക്കുന്നുണ്ട്. നിങ്ങളെ ഫിസിക്കലായിട്ടും മെൻ്റലായിട്ടും എല്ലാം ആ ഒരു ബന്ധത്തിനെ അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. ഇത് ചില ആളുകളെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്ന ഒരു എനർജിയായിട്ട് കാണിക്കുന്നു. നെക്സ്റ്റ് കാർഡ് ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഒരു ഇയറിൻ്റെ അവസാനമൊക്കെ ആകുമ്പോൾ 2026 ഒരു എൻഡ് ഫേസിലേക്കൊക്കെ പോകുമ്പോൾ നിങ്ങൾ സ്റ്റേബിൾ ആകുന്നു എന്ന എനർജിയാണ് ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസ് കാർഡ് സൂചിപ്പിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ സെൽഫ് വർത്ത് തിരിച്ചറിയുന്ന സമയം, എനിക്ക് വാല്യൂ തരാത്ത ബന്ധം വേണ്ട എന്ന് നിങ്ങൾ ഉറപ്പിക്കുന്ന സമയം, നിങ്ങളുടെ ലവ് റിലേഷൻഷിപ്പിൽ നിങ്ങൾ തികച്ചും പ്യുവറായിട്ടുള്ള സ്നേഹത്തിനെ മാത്രം അട്രാക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ ബഹുമാനം നിങ്ങൾ ഡിമാൻഡ് ചെയ്യുന്നു. നിങ്ങൾക്ക് ആ ഒരു ബന്ധത്തിൽ സെക്യൂരിറ്റി അത്യാവശ്യമാണ്. നിങ്ങളിലെ ഈ ഒരു മാറ്റമൊക്കെ കണ്ട് കുറച്ച് ആളുകളുടെ ജീവിതത്തിൽ നിന്നെങ്കിലും നെഗറ്റീവായിട്ടുള്ള ചില ആളുകൾ വിട്ടുപോകും. നിങ്ങളെ മനസ്സറിഞ്ഞ് സ്നേഹിക്കുന്ന, നിങ്ങൾക്ക് ബഹുമാനം തരുന്ന, നിങ്ങൾക്കൊരു പ്രൊട്ടക്ഷനായിട്ടൊക്കെ നിൽക്കുന്ന ആ ഒരു ബന്ധം അത് തരുന്ന ആളുകൾ മാത്രം നിങ്ങൾക്ക് മുൻപിൽ ബാക്കിയാകും. അടുത്തതായി നമുക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ 2026 എങ്ങനെയാണ് എന്നുള്ളത് നോക്കാം. വന്നിരിക്കുന്ന കാർഡ് ദ എംപ്രസ്, 9 ഓഫ് പെൻറ്റക്കിൾസ്, 2 ഓഫ് സോർഡ്സ് ആൻഡ് ദ ഡെവിൾ. ഫസ്റ്റ് കാർഡ് ദ എംപ്രസ് ആണ്. വളരെ മനോഹരമായ ഒരു കാർഡാണിത്. ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോടുള്ള ഫീലിംഗ് എന്ന് പറയുന്നത് ഒരു കെയർ ഉണ്ട്. ശരിക്കും നിങ്ങളിൽ അട്രാക്റ്റഡ് ആണ്. ഇമോഷണലായിട്ടൊരു പുള്ളുണ്ട്. എനിക്ക് ഇവളെ വേണം അല്ലെങ്കിൽ ഇവനെ വേണം എന്നുള്ള ഇമോഷണൽ പുൾ ഉള്ള കാർഡാണ് ഇത് എംപ്രസ്. അവരുടെ കണ്ണുകളിൽ കൂടി നോക്കുമ്പോൾ ശരിക്കും ഒരു എംപ്രസ് എനർജി അല്ലെങ്കിൽ ലൈഫ് പാർട്ട്ണർ എനർജി എന്ന് പറയുന്നത് നിങ്ങൾക്കാണ്. ലൈഫ് ലോങ് എനിക്ക് ഈ ഒരു പാർട്ട്ണർ വേണം എന്നുള്ള എനർജി. നെക്സ്റ്റ് കാർഡ് 9 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് സെൽഫ് ഫോക്കസ്ഡ് ആയിട്ടിരിക്കുന്നു എന്ന് കാണിക്കുന്നു. ഒരു സ്വതന്ത്ര ചിന്താഗതിയുള്ള ഒരു വ്യക്തിയെ സൂചിപ്പിക്കുന്നു. ചിലപ്പോഴൊക്കെ ഒറ്റയ്ക്കിരിക്കാൻ ഇഷ്ടപ്പെടുന്നയാൾ, ഫ്രീഡം ഇഷ്ടപ്പെടുന്ന സ്വഭാവം, ഒരു ഫ്രീ ബേർഡ് പോലെ അങ്ങനെ പറന്ന് നടക്കണം. സ്നേഹം വേണം, പക്ഷേ റെസ്പോൺസിബിലിറ്റി എടുക്കാൻ അല്പം പേടിയാണ്.
നെക്സ്റ്റ് വന്നിരിക്കുന്ന കാർഡ് ദ ടു ഓഫ് സോഡ്സ് ആണ്. ഒരു അകത്തുള്ള ഒരു ഇന്നർ കോൺഫ്ലിക്റ്റിനെ സൂചിപ്പിക്കുന്നു. അവരുടെ ആ ഒരു ഹൃദയവും അതുപോലെ തന്നെ തലച്ചോറും തമ്മിലുള്ള ആ ഒരു യുദ്ധം. യു വേഴ്സസ് ദെയർ കംഫർട്ട് സോൺ. നിങ്ങൾ വേണോ അതല്ല അവരുടെ ആ ഒരു കംഫർട്ട് സോണിൽ ഒറ്റയ്ക്ക് അങ്ങനെ ജീവിതം തുടരണോ? നിങ്ങളുണ്ടെങ്കിൽ ചില കാര്യങ്ങൾക്കൊക്കെ ചില ചോദ്യങ്ങൾ വരും. എവിടെ പോയി, എന്തിന്, എങ്ങനെ? ഒരു ലൈഫ് പാർട്ട്ണർ എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു ചോദ്യം ഉണ്ടായില്ലെങ്കിലേ ഉള്ള അത്ഭുതം. അതൊക്കെ ചോദിക്കണ്ടേ? പക്ഷേ നിങ്ങളുടെ പേഴ്സണ് അത് അത്ര അങ്ങോട്ട് ഇഷ്ടമല്ല. അവരുടെ ഫ്രീഡത്തെ പിടിച്ചു വെക്കുന്നു, ചോദ്യം ചെയ്യപ്പെടുന്നു എന്നുള്ളൊരു സ്വഭാവമൊക്കെ നമ്മൾ എടുക്കുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഒരു ബന്ധത്തിലുള്ള ഒരു ഡിസിഷൻ എടുക്കാൻ അവർ ആകെ സ്ട്രഗിൾ ചെയ്യും. അതോടുകൂടി അവരൊരു സൈലൻസിലേക്ക് പോകും, നിങ്ങളോടൊരു ഡിസ്റ്റൻസ് ഇടും. അവർക്കും ഒരു കൺഫ്യൂഷൻ, എന്ത് ചെയ്യണം എന്ന് വിട്ടുകളയാനും വയ്യ. കൂടെ കൂട്ടുമ്പോൾ ഇങ്ങനെയുള്ളതിനെല്ലാം ഞാൻ ആൻസർ പറയേണ്ടി വരും. ഇങ്ങനെയുള്ള ചിന്തകൾ, ശരിക്കും ഓവർ തിങ്കിങ്. നെക്സ്റ്റ് കാർഡ് ദ ഡെവിളാണ്. ഇതൊരു സ്ട്രോങ് കാർഡാണ്. പോസിബിലിറ്റീസ് എന്ന് പറയുന്നത് ഒരു ഒബ്സഷനെ സൂചിപ്പിക്കുന്നു, അറ്റാച്ച്മെൻറ്റിനെ സൂചിപ്പിക്കുന്നു, ഫിസിക്കൽ അട്രാക്ഷനെ സൂചിപ്പിക്കുന്നു, കാർമിക് ബോണ്ടിനെ സൂചിപ്പിക്കുന്നു. ഭയങ്കര സ്നേഹമാണ്, ഭയങ്കര ലവ് ഒക്കെ ഉണ്ടെങ്കിൽ തന്നെയും ഭയം, ഈഗോ, കൺട്രോൾ, പഴയ പാറ്റേണുകൾ ഇതെല്ലാം ഇവരെ ഒന്ന് പിടിച്ചു നിർത്തുന്നുണ്ട്. നിങ്ങളെ വിട്ടുപിരിയാൻ പറ്റില്ല. ഒരു ഫിസിക്കൽ അട്രാക്ഷൻ എന്നൊക്കെ പറയാൻ നിങ്ങളെ കാണുന്നതും സംസാരിക്കുന്നതും ഫിസിക്കലായിട്ടും എല്ലാം തന്നെ വളരെ അവർ അഡിക്റ്റഡ് ആണ്. 50% ഇത് വിട്ട് കളയണം എന്ന് വിചാരിക്കും. നെക്സ്റ്റ് അടുത്ത 50% പറയും വിട്ടുകളയാൻ പാടില്ല, ഇത് നിൻ്റെ ഏറ്റവും അടുത്ത ലൈഫ് പാർട്ണറാണ്, യാതൊരു കാരണവശാലും നിങ്ങൾക്ക് ഇതിൽ നിന്ന് നല്ലൊരു ബന്ധം കിട്ടില്ല. ഇങ്ങനെയുള്ള മൈൻഡ് കോൺഫ്ലിക്റ്റ് വരുമ്പോഴേക്കും ഇവരാകെ പകച്ചു പോകും, എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥ. ഇതിനെയാണ് കാർമിക് ബോണ്ട് എന്ന് പറയുന്നത്. ഈ ഒരു ബന്ധത്തിൻ്റെ ഒരു ഫ്യൂച്ചർ ചോദിക്കുമ്പോൾ വന്നിരിക്കുന്ന കാർഡ് ഏസ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഒരു യെസ് കാർഡാണ്. അതായത് ആ ഒരു വ്യക്തി തിരിച്ചു വരുമോ, നിങ്ങളുടെ ബന്ധം വീണ്ടും പുനരാരംഭിക്കുമോ എന്നുള്ള ചോദ്യത്തിന് തികച്ചും ഇതൊരു യെസ് കാർഡാണ്. ഒരു ന്യൂ ബിഗിനിങ്ങിനെ സൂചിപ്പിക്കുന്നു, പ്രാക്ടിക്കലായിട്ടുള്ള ഒരു ഗ്രോത്തിനെ സൂചിപ്പിക്കുന്നു. റിയൽ വേൾഡ് പ്രോഗ്രസ് ആണ് നിങ്ങളുടെ ബന്ധത്തിൽ വരാനിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ബന്ധത്തിലേക്ക് ഒരു എഫർട്ടൊന്നും ഇടാതെ, ഒരു കമ്മിറ്റ്മെൻ്റ് ഒന്നും തരാതെ ജസ്റ്റ് വരിക പോവുക എന്നുള്ള എനർജിയിലൊക്കെ നിൽക്കുന്ന ഒരു ബന്ധമാണെങ്കിൽ, അതല്ല ഇനിയൊരു നോ കോണ്ടാക്റ്റിലേക്ക് പോയ ഒരു ബന്ധമാണ് നിങ്ങളുടേതെങ്കിൽ, ഇതിൽ പല ആളുകളുടെയും എനർജീസ് വരാം. അപ്പോൾ അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു റീയൂണിയൻ പോസിബിലിറ്റി കാണിക്കുന്നുണ്ട്. ഇതുപോലെയല്ല നിങ്ങളുടെ ഒരു 2025 ഒരു ബന്ധമല്ല 2026 മുന്നോട്ട് പോകുന്നത്. ഒരു ന്യൂ ബിഗിനിങ്ങിനെ കാണിക്കുന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരും വളരെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്നു. ഒരു തമാശയായിട്ടൊക്കെ കൊണ്ടു നടന്ന റിലേഷൻഷിപ്പ് അത് സീരിയസ് ആകുന്നു. നിങ്ങൾ ലിവിങ് ടുഗദറിലേക്ക് പോകുന്നു എന്ന് കാണിക്കുന്നുണ്ട്. കുറച്ച് ആളുകൾ ലിവിങ് ടുഗദറിലേക്ക് പോകുന്നു. ചില ആളുകൾ തമ്മിലുള്ള എൻഗേജ്മെൻറ്റ് അല്ലെങ്കിൽ മാരേജിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ 2026 ഒരു തീരുമാനമെടുക്കുന്നതായി കാണിക്കുന്നു. 2026 നിങ്ങളുടെ ബന്ധം ഒരു ലോങ് ടേം കമ്മിറ്റ്മെൻറ്റിലേക്ക് പോകുന്ന തരത്തിലുള്ള തീരുമാനങ്ങൾ നിങ്ങൾ രണ്ടുപേരും ചേർന്നെടുക്കുന്നതായിട്ട് കാണിക്കുന്നു. പക്ഷേ ഇത് അല്പം സ്ലോ ആയിരിക്കും. കാരണം ആളുടെ കൺഫ്യൂഷനൊക്കെ തീർത്ത് എൻ്റെ ലൈഫ് ടൈം പാർട്ട്ണർ ഇതാണ് എന്നുള്ള ഒരു മെച്യൂർഡായിട്ടുള്ളൊരു തീരുമാനം അവരൊരു ഡിവൈൻ ടൈമിൽ എടുക്കുക തന്നെ ചെയ്യും. അല്പം സമയമെടുത്ത് ആലോചിച്ച് തീരുമാനിച്ച് വരുന്നത് കൊണ്ട് തന്നെ അതൊരു സോളിഡായിട്ടുള്ള ഒരു എനർജി ആയിരിക്കും നിങ്ങളുടെ അരികിലേക്ക് എത്തുന്നത്. 2026 ഒരു റിലേഷൻഷിപ്പിലേക്കൊക്കെ വരുമ്പോൾ നിങ്ങൾ ശരിക്കും നിങ്ങളുടെ ക്യാരക്ടർ മാറും. ഈക്വൽ ലവിന് വേണ്ടിയിട്ട് നിങ്ങൾ സ്റ്റാൻഡ് ചെയ്യും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലവ് സ്റ്റോറിയും ഇതുവരെ വന്നുകൊണ്ടിരിക്കുന്ന രീതിയിലായിരിക്കത്തില്ല 2026 തുടരുന്നത്. ഇതുവരെയും നിങ്ങൾക്ക് ഈ 2025 വരെയും നിങ്ങളുടെ ബന്ധത്തിൽ ഒരു ക്ലാരിറ്റി അന്വേഷിക്കലായിരുന്നു നിങ്ങളുടെ ജോലിയെങ്കിൽ, നിങ്ങൾക്ക് വേണ്ടത് ഇതാണ് എന്ന് നിങ്ങൾ പറയുകയും ഈ ഒരു ബന്ധത്തിലേക്ക് ഈക്വൽ എഫേർട്ട് നിങ്ങൾ കൊണ്ടുവരികയും ചെയ്യും. നിലവിൽ ഒരു നോ കോണ്ടാക്റ്റിലൊക്കെ ഇരിക്കുന്ന ആളുകൾ ഒരു യാചിച്ച് അല്ലെങ്കിൽ ബെഗ് ചെയ്ത് പുറകെ നടക്കുന്ന ഒരു സമയമാണ് ഇതെങ്കിൽ പ്ലീസ് അത് സ്റ്റോപ്പ് ചെയ്യുക. നിങ്ങൾ ബൗണ്ടറി വെക്കുമ്പോൾ മാത്രമാണ് അവർ തിരിഞ്ഞു നോക്കുന്നത്. കാരണം ഇവിടെ ഒരു എംപ്രസ് എനർജിയും അതുപോലെ തന്നെ ഡബിൾ കാർഡും വന്നിട്ടുണ്ട്. നിങ്ങളോടുള്ള ആകർഷണവും ബന്ധമൊന്നും അത് മറന്നിട്ടില്ല. അത് മുറിച്ച് കളയാൻ അവർക്കൊട്ട് പറ്റത്തുമില്ല. പഴയതുപോലെ ഒരു ഇമോഷണൽ ഡ്രാമയൊന്നും നിങ്ങളുടെ അടുത്ത് വിലപ്പോവില്ലെന്നും, നിങ്ങൾ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അതിന് സത്യമായിട്ട് തന്നെ മറുപടി പറയേണ്ടി വരും എന്നുള്ള ചില ഭയങ്ങളും തോന്നലുകളും ഒക്കെയാണ് അവരെ ഇപ്പോഴുള്ള ഈ ഒരു ഡിസിഷനിൽ നിന്നും അല്പം സ്ലോ ആക്കി പിന്തിരിപ്പിച്ച് നിർത്തിയേക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ ആ ഒരു സെൽഫ് വർത്തൊക്കെ തിരിച്ചറിഞ്ഞ് നിങ്ങളുടെ കാര്യങ്ങൾ നോക്കി അവരെ കാത്തിരിക്കാതെ അല്പം ഒന്ന് മുമ്പോട്ട് നീങ്ങുന്നു എന്ന് അവർക്ക് തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ തിരിഞ്ഞു നിൽക്കും, ശ്രദ്ധിക്കും. എന്തുകൊണ്ടാണ് എന്നെ ഇപ്പോൾ വിളിക്കാത്തത്, എന്തുകൊണ്ടാണ് എന്നെപ്പറ്റി ആരോടൊന്നും അന്വേഷിക്കാത്തത്, ഇനി അവർക്കിനി വേറെ ഏതെങ്കിലും ബന്ധമായിട്ടുണ്ടോ, ഈ വക ചിന്തകളെല്ലാം അവരുടെ മനസ്സിൽ വന്നടിക്കും. നിങ്ങൾ ഓൾവേസ് അവൈലബിൾ ആയിരുന്ന ഒരു വ്യക്തിയായിരുന്നുവെങ്കിൽ പെട്ടെന്ന് ആ ഒരു അവൈലബിലിറ്റി നിങ്ങൾ പിൻവലിക്കുമ്പോൾ ശരിക്കും അവർ ശ്രദ്ധിച്ചു തുടങ്ങും. എന്താണ് സംഭവിച്ചത്,
ഇനി എൻ്റെ ഭാഗത്താണോ തെറ്റ്? നിറച്ച് സ്നേഹമുണ്ട്, പക്ഷേ ഒരു കമ്മിറ്റ്മെൻറ്റ് തരാതിരിക്കുക എന്ന് പറയുന്നത് ഒരു തെറ്റ് തന്നെയാണ്. അപ്പോൾ അവരതിനെപ്പറ്റി ഒരു റീതിങ്ക് ചെയ്യും. നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കി അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരികയും കോണ്ടാക്ട് ചെയ്യുകയൊക്കെ ചെയ്യും. ഓൾവേസ് അവൈലബിൾ എന്നുള്ള നിങ്ങളുടെ എനർജി ജസ്റ്റ് ഒന്ന് കുറയ്ക്കുക. 2026 നിങ്ങളെ ആത്മാർത്ഥമായി ഒരുപാട് സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു അതേ എങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ ഒരു ബന്ധത്തിലേക്ക് ഒരു പേഷ്യൻസ് കൊണ്ടുവരികയാണെങ്കിൽ, ഒരു ക്ഷമയൊക്കെ കൊണ്ടുവന്ന് അല്പം ഒന്ന് കാത്തിരിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ, ഈ ഒരു ബന്ധം എന്നത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള ഒരു സ്പേസായി മാറും. താങ്ക് യു യൂണിവേഴ്സ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു 2026 നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരുന്ന മാറ്റങ്ങൾ. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഇതിൽ പറഞ്ഞിരിക്കുന്ന പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യുക. നെഗറ്റീവായിട്ടുള്ളതും നിങ്ങളെ ഇപ്പോൾ ഒരുപാട് വിഷമിപ്പിച്ചതുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ ദയവായി ഡിവൈന് മുമ്പിൽ സറണ്ടർ ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജി വരുന്ന ഒരു റീഡിംഗ് ആണ്. നിങ്ങളുടെ കരിയറിലും അതുപോലെ തന്നെ റിലേഷൻഷിപ്പിലും തടസ്സങ്ങളോ പ്രയാസങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. നിങ്ങളുടെ എനർജിയുമായി റെസൊണേറ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ടാരറ്റ് റീഡറിനെ സമീപിച്ചാൽ മതിയാകും. കാരണം പേഴ്സണൽ റീഡിംഗ് എടുക്കുമ്പോൾ തികച്ചും നിങ്ങളുടെ മാത്രം എനർജി എടുത്തിട്ടാണ് റീഡിംഗ് ചെയ്യുന്നത്. അതിൽ നിങ്ങൾക്ക് കുറേ അധികം കാര്യങ്ങൾ മനസ്സിലാവുകയും അതുപോലെ തന്നെ ഗൈഡൻസ് കിട്ടുകയും കുറേ കാര്യങ്ങളിൽ മാറ്റം വരുത്തി നിങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ ശരിക്കും ശരിയായ ട്രാക്കിലേക്ക് ജീവിതം കൊണ്ടുവരാൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്യും. ഒരുപാട് കാലമായി പ്രാർത്ഥിക്കുന്നു, പക്ഷേ ഫലമൊന്നും കിട്ടുന്നില്ല, എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല, എനിക്ക് മാത്രം എന്താണ് ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ ഉള്ള സമയത്ത് ചില സമയത്ത് പ്രപഞ്ചശക്തി തന്നെയായിരിക്കാം ഇങ്ങനെയുള്ള മെസ്സേജസ് നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത്. ഇപ്പോൾ നിങ്ങൾ ഇത് അറിയണം എന്ന് എപ്പോൾ ഡിവൈന് തോന്നുന്നോ ആ സമയത്ത് നിങ്ങൾ ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കും. അതൊരു മെസ്സഞ്ചർ വഴിയാകാം, ഒരു ടാരോട്ട് റീഡർ വഴിയാകാം. അങ്ങനെ ഏതെങ്കിലും ഒരു നിമിത്തം വഴി നിങ്ങളുടെ അരികിലേക്ക് നിങ്ങൾ അന്വേഷിക്കുന്ന കാര്യം എത്തും. ശരിക്കും പ്രപഞ്ചശക്തി എന്ന് പറയുന്ന എനർജിയിൽ വിശ്വസിക്കുക. നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തീർച്ചയായും അത് തന്നിരിക്കും. അപ്പോൾ പേഴ്സണൽ റീഡിംഗ് ആവശ്യമായിട്ടുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് പേരിഡ് ആണ്. എൻ്റെ ദിവസേനയുള്ള പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾപ്പെടുത്തുന്നതിനായി നിങ്ങളുടെ പേരോ നാളോ അതല്ല എങ്കിൽ ജനിച്ച മാസമോ കമൻറ്റ് ചെയ്യുക. തീർച്ചയായും നിങ്ങളെ എൻ്റെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് റെസൊണേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ അനുഭവങ്ങൾ എഴുതാൻ പറ്റുന്നവയാണെങ്കിൽ തീർച്ചയായും അത് കമൻറ്റിൽ ഷെയർ ചെയ്യുക. നിയന്ത്രിക്കാനാവാതെ നിങ്ങളുടെ മനസ്സിൽ കെട്ടിക്കിടക്കുന്ന ഒരുപാട് വിഷമങ്ങളുണ്ട്. അതൊക്കെയൊന്ന് പങ്കുവയ്ക്കപ്പെടുമ്പോൾ, അതല്ല എങ്കിൽ ഒരു താങ്ക് യു യൂണിവേഴ്സ് കമൻറ്റ് ചെയ്യുമ്പോൾ ശരിക്കും നിങ്ങളുടെ മനസ്സിലെ ഒരു 50% ഭാരം ഒഴിയുന്നത് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ പ്രേക്ഷകർക്ക് 2026 സർവേശ്വരൻ സമാധാനവും സന്തോഷവും നിറഞ്ഞ ഒരു ജീവിതം തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഹൃദയം നിറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. വിഷ് എ വെരി ഹാപ്പി ആൻഡ് എ പ്രോസ്പെറസ് ന്യൂ ഇയർ.